പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു രാജവാഴ്ചയും ഇനി നടക്കില്ല. മൂന്നാം ഊഴത്തിന് കച്ച കെട്ടിയിറങ്ങുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും തിരികെ കയറേണ്ടി വരും CPM എന്ന പാർട്ടിക്കും LDF എന്ന മുന്നണിക്കും. കഴിഞ്ഞ 10 വർഷം കേരളം തുടരെ ഭരിച്ചതിന്റെ റെക്കോർഡ് വാരി കൂട്ടുന്നതിനിടയിൽ പിണറായി വിജയൻ നിലമറന്ന് പെരുമാറി. അതുകൊണ്ടാണ് ഇപ്പോൾ കാലിനടിയിലെ മണ്ണ് കുത്തനെ ഒലിച്ചു പോകുന്നത്. കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തിൽ പാർട്ടി ഒന്നടങ്കം എടുത്ത ഒരു തീരുമാനമുണ്ട്: ഒരിക്കലും വിവാദങ്ങളിൽ ചെന്ന് അകപ്പെടരുതെന്ന്. എന്നാൽ തലയ്ക്ക് തന്നെ വെട്ടേൽക്കുന്നതാണ് പിന്നീട് കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ കപ്പിത്താന്റെ കപ്പൽ മുങ്ങുകയാണ്. എന്നാൽ ആ കപ്പലിലെ പലരും ഇപ്പോൾ ആ പാർട്ടിയും മുന്നണിയും വിട്ട് സ്വതന്ത്രരാവാനും മറ്റു മുന്നണികളിലേക്ക് ചേക്കേറാൻ നോക്കുകയുമാണിപ്പോൾ. എല്ലാവരെയും കുലം കുത്തികളായി മാത്രം കണ്ട് പുറത്താക്കി ഒടുക്കം മുഖ്യമന്ത്രി മാത്രം അവശേഷിക്കുന്ന ഒന്നായി ഈ പാർട്ടി മാറുമെന്ന് തലയിൽ വെളിച്ചമുള്ള ചില നേതാക്കളും അണികളും തിരിച്ചറിഞ്ഞതോടെ എല്ലാവരും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ തുടങ്ങി. ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ മൂലമാണ് ഈ വലിയ തോൽവി ഇടതു സർക്കാർ ഇപ്പോൾ നേരിട്ടത് എന്നവർ വിധിയെഴുതുകയും ചെയ്തു. അതുമാത്രവുമല്ല, സ്വന്തം മുന്നണിയിലുള്ളവരെ പരിഗണിക്കാതെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് CPM കടന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയോടൊപ്പം തന്നെ തോൽവിയുടെ കൈപ്പറിഞ്ഞ മറ്റൊരു കൂട്ടരുമുണ്ട്. അതാണ് RJD. തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ നൽകിക്കൊണ്ട് തങ്ങളെ അടിച്ചിരുത്താൻ നോക്കി എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിലും വേണ്ട സ്ഥാനമാനങ്ങളൊന്നും നൽകിയില്ല. അതുകൂടാതെ ഇപ്പോൾ വേണ്ട സീറ്റുകളും നൽകിയില്ല. എല്ലാം കൊണ്ടും തീർത്തും അവഗണന മാത്രം. അതുകൊണ്ട് തന്നെ ഇടതുപാളയം വീഴാൻ ഉദ്ദേശിക്കുകയാണ് RJD. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 293 സീറ്റാണ് LDFിൽ നിന്നും RJDക്ക് അനുവദിച്ചു കിട്ടിയത്. അതിൽ തന്നെ ജയിക്കാനായത് വെറും 63 സീറ്റുകളിൽ മാത്രം. അതായത് മത്സരിച്ച 80% സീറ്റുകളിലും ശ്രേയസ് കുമാറിന്റെ പാർട്ടി തോറ്റുപോയി എന്ന് കാണാം. നിലവിൽ ഒരു MLA മാത്രമാണ് പാർട്ടിക്കുള്ളത്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ KP മോഹനൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കാലുവാരിൽ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന് കൂടി പറഞ്ഞാണ് ഇവർ ഇടതിൽ നിന്നും വേർപിരിയാൻ നോക്കുന്നത്. എന്നാൽ അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. അതിന്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് രാഷ്ട്രീയ കേരളം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടതോടെയാണ് LDFിൽ നിന്നും ഘടകകക്ഷികൾ ഇപ്പോൾ UDFിന്റെ വാതിൽക്കൽ മുട്ടുന്നത്. നിയമസഭാ പ്രതിനിധികളുള്ള പാർട്ടിക്ക് UDF മുൻതൂക്കം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനൊപ്പം വീണ RJDയും ഇപ്പോൾ ഇടത് ക്യാമ്പിൽ നിന്ന് മടങ്ങാനുള്ള ലക്ഷ്യത്തിലാണ്. കൂടാതെ കോഴിക്കോട് കോർപ്പറേഷനിലടക്കം RJD സ്ഥാനാർത്ഥികളെ കാലുവാരിയതായി പരാതികളുണ്ടെന്നും MV ശ്രേയസ് കുമാർ ആരോപിച്ചിരുന്നു. പരാതികൾ LDF യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് നേതാവ് നടത്തുന്നത്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിനെയും നേരത്തെ ശ്രേയസ് കുമാർ എതിർത്തിരുന്നു. ഇതെല്ലാം വിരൽ ചൂടുന്നത് ശ്രേയസ് കുമാറിന്റെ UDF പ്രവേശനത്തിലേക്കാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും അത്രമേൽ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ RJD കൂടെ നിന്നാൽ മിനിമം 2 സീറ്റ് ഈ ഘടകകക്ഷിയിൽ നിന്നും UDF പ്രതീക്ഷിക്കുന്നുണ്ട്.